ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് സ്വർണം വിൽക്കുന്നതാണോ അതോ പണയം വിൽക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കനുസരിച്ചിരിക്കും. എന്നിരുന്നാലും സ്വർണം പണയം വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ സ്വർണത്തിന്റെ തിരിച്ചടവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തിരിച്ചടവും തിരിച്ചെടുക്കാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ സ്വർണത്തെ ഒരു കൊളാട്രലായിട്ട് വെച്ചുകൊണ്ട് തന്നെ സെക്യൂർഡ് ലോണുകൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നൽകുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, പലിശ നിരക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന 1%, 80 പൈസയോ ആയിരിക്കില്ല നമ്മൾ പണയം വെക്കുന്ന ആ സ്കീമിന്റെ യഥാർത്ഥ പലിശ. ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാവും. ആ കാലയളവ് കൃത്യമായി ആ സ്കീമുകളെ കുറിച്ച് പഠിച്ചു മാത്രം നമ്മൾ സ്വർണം പണയം വെക്കണം. നമ്മൾ വിചാരിക്കും ഒരു വർഷം 80 പൈസ എന്നോ അല്ലെങ്കിൽ 80 പൈസ അല്ലെ 1 രൂപ എന്നുള്ള പരസ്യം കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വർണത്തിനെ ഒരു പണയ വസ്തുവായിട്ട് ഉപയോഗിക്കരുത്. പകരം ആ സ്കീം എന്താണ്, എത്ര കാലത്തേക്കാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി മാത്രം സ്വർണത്തെ കൊളാട്രലാക്കി നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു മാർഗമാണ്.